ചിങ്ങേലിയിൽ പ്രവർത്തിക്കുന്ന ആൽഫ കോളേജിന്റെ നേതൃത്വത്തിൽ സൈഫാരി 2.0 സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. ആൽഫയിലെ കുട്ടികൾ അവതരിപ്പിച്ച ശാസ്ത്ര പ്രദർശനം കാണികളിൽ കൗതുകവും ജിജ്ഞാസയും ഉണ്ടാക്കി. ആധുനിക ശാസ്ത്രം, ചിത്ര പ്രദർശനം, പുസ്തകോത്സവം, ഔഷധ സസ്യങ്ങളുടെ പ്രദർശനം, ആധുനികമായ തേനീച്ച വളർത്തൽ, മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രദർശനം, എക്സ്പെരിമെന്റുകൾ തുടങ്ങി നിരവധി ശാസ്ത്ര പ്രദർശനങ്ങൾ നടന്നു. ഹായ്, ഇത് സിഫാരി 2.0, നമ്മുടെ സ്വന്തം ആൽഫയിലെ 2.0 ശാസ്ത്രമേള. ഇത് രണ്ടാമത്തെ വട്ടമാണ് നമ്മുടെ ശാസ്ത്രമേളയായ ഈ ആൽഫയിൽ നടക്കുന്നത്. ഇവിടെ പഴയതും പുതിയതുമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പഴയതെന്ന് വെച്ചാൽ പുരാതനമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഇനി ഉപയോഗിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും നമുക്ക് ഇവിടെ മനസ്സിലാക്കി തരുന്നു. ഇവിടെ നമ്മുടെ പാകിസ്ഥാനെതിരെയുള്ള ലോറി വരെയുണ്ട്. പാകിസ്ഥാനിലെ നേരിട്ട അവരുടെ ആ ഒരു സന്ദർഭത്തെ ഇവിടെ നല്ല ലോറിയിലായി ഇല്ലെങ്കിൽ വണ്ടിയിലായി ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ സ്വന്തം സിഫാരി 2.0. ഇത് നാളെ നമ്മുടെ സ്വന്തം ചിത്ര ആൽഫയിലുമുണ്ട്. എല്ലാരും പങ്കെടുക്കണം. ആൽഫയുടെ അവധിക്കാല പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഒരു സയൻസ് എക്സിബിഷൻ സിഫാരി 2.0 വളരെ മികച്ച രീതിയിൽ ഇവിടെ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലൊരു സയൻസ് എക്സിബിഷൻ സംഘടിപ്പിക്കുകയുണ്ടായി.
അപ്പോൾ അത് വൻ വിജയമായിരുന്നു. അപ്പോൾ അതിന്റെ ചുവട് പിടിച്ചാണ് ഈ വർഷവും വളരെ മികച്ച രീതിയിൽ ഒരു സയൻസ് എക്സിബിഷൻ നമ്മളിവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ കുട്ടികളിൽ പഠനത്തോടൊപ്പം അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ ഈ സയൻസ് എക്സിബിഷന്റെ രൂപത്തിലൂടെ നടന്നത്. വളരെ മികച്ച രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ മികച്ച ഒരു വിജയമായിരുന്നു നമ്മുടെ ഈ സയൻസ് എക്സിബിഷൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ കഴിവുകൾ അവർ എത്രത്തോളം അപ്ഡേറ്റഡ് ആയി എന്ന് നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഈ അടുത്തായി നടന്ന ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങൾ നമുക്കെല്ലാം അറിയാം. അപ്പൊ അതിൽ ഒരു അത്രത്തോളം അപ്ഡേറ്റഡ് ആയ, അല്ലെ അതിന്റെ S-400 എന്ന് പറയുന്ന ഒരു ഡിഫൻസ് സിസ്റ്റം നമുക്ക് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മിനിയേച്ചർ രൂപം വളരെ മികച്ച രീതിയിലാണ് കുട്ടികളോട് അവതരിപ്പിച്ചത്. അപ്പൊ അത്രത്തോളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അത്രത്തോളം മികച്ച രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം കൂടി ഒരു ആകത്തുകയാണ് നമ്മളിവിടെ ഈ സയൻസ് എക്സിബിഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും ഒരുപാട് ഉണ്ടായിരുന്നു. സയൻസ് എത്രത്തോളം കുട്ടികളെ സ്വാധീനിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, പഠനത്തോടൊപ്പം കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ശാസ്ത്രബോധം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആൽഫ ഈ ഒരു സയൻസ് എക്സിബിഷൻ നമ്മൾ സംഘടിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഒരുപാട് വർക്കിംഗ് മോഡലുകൾ, സയൻസ് സംബന്ധിച്ച ഒരുപാട് വർക്കിംഗ് മോഡലുകൾ ഉണ്ടായിരുന്നു, സ്റ്റിൽ മോഡലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കളക്ഷൻസ്, പഴയ ഒരുപാട് ആന്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് പേര്, മിക്ക ആൾക്കാരും ഈ ആന്റി കളക്ഷൻസിനെ പറ്റിയൊന്നും അവർക്ക് യാതൊരു ധാരണയില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തെ ആ പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ മികച്ച രീതിയിലുള്ള ഒരു ആന്റി കളക്ഷൻസ് നമ്മളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ കുട്ടികളുടെ ആർട്ട് വർക്കുകൾ, നമ്മുടെ ത്രെഡ് വർക്കുകൾ ഉണ്ടായിരുന്നു, ചാർട്ട് വർക്കുകൾ ഉണ്ടായിരുന്നു, മറ്റ് ബോട്ടിൽ ആർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം മികച്ച രീതിയിലുള്ള ഒരു അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നടന്നത്. അതുപോലെ തന്നെ കുട്ടികളിൽ നമ്മുടെ കൃഷി രീതികൾ, നൂതനമായിട്ടുള്ള കൃഷി രീതികൾ മനസ്സിലാക്കുന്നതിനായിട്ടുള്ള തേനീച്ച കൃഷി, എങ്ങനെ വളരെ മികച്ച രീതിയിൽ നമുക്കൊരു തേനീച്ച കൃഷി നടത്താനും കഴിയും, അതിന്റെ ഫുൾ ഒരു പ്രവർത്തനം, അതെങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, അതിന്റെ തേനീച്ച കൃഷി ആരംഭിക്കുന്ന മുതൽ ലാസ്റ്റ് ആ തേൻ എടുക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൾ നമ്മളോട് അറേഞ്ച് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ബോൺസായി മരങ്ങൾ, അത് സസ്യങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു. പുസ്തകമേള, നമുക്ക് ഇപ്പം അറിയാം, ഈ കാലഘട്ടത്തിൽ വായന അധികം കുട്ടികൾ പ്രോത്സാഹിപ്പിക്കാത്ത ഒന്നാണ്. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിന്റെ കാലഘട്ടം വന്നപ്പോഴത്തേക്കും കുട്ടികളിൽ വായനാശീലം വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വായനാശീലം കുട്ടികളെ കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകപ്പുര തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈബ്രറി നമ്മളിവിടെ സെറ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ കുട്ടികളിൽ എക്സ്പെരിമെന്റുകൾ, ഓരോ പരീക്ഷണങ്ങളും ലൈവായി കാണിക്കുന്ന രീതിയിൽ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള വളരെ മികച്ച ഒരു സയൻസ് ലാബ് തന്നെ നമ്മൾ, ഒരു ലൈവ് ലാബ് തന്നെ കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളെ അധ്യാപകർ വളരെ ചുരുങ്ങിയ ഒരു ആഴ്ചയിലെ പരിശ്രമമാണ്. എല്ലാ അധ്യാപകരും ഒത്ത് എല്ലാ വിദ്യാർത്ഥികളും നമ്മോടൊപ്പം ചേർന്ന് നിന്ന് വളരെ മികച്ച ഒരു വിജയത്തോടു കൂടി നമുക്ക് ഈ സൈഫാരി 2.0 എന്ന് പറയുന്ന സയൻസ് എക്സിബിഷൻ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഈ പ്രോഗ്രാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ പ്രോഗ്രാമിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ നാളെ 17-ാം തീയതി നമ്മുടെ ആൽഫയുടെ തന്നെ സഹോദര സ്ഥാപനമായിട്ടുള്ള ചിതറ ഫുൾ A+ സെന്ററിൽ നാളെ സയൻസ് എക്സിബിഷൻ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇതേ സയൻസ് എക്സിബിഷൻ വളരെ മികച്ച രീതിയിൽ അവിടെയും സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും നാളെ ചിതറ ആൽഫയിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. 2025-26 അധ്യയന വർഷത്തിൽ നമ്മുടെ ആൽഫ കോളേജ് സംഘടിപ്പിച്ച സ്കിഫാരിയോ 2.0 എന്ന് പറഞ്ഞ സയൻസ് എക്സിബിഷന്റെ ജഡ്ജസ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കുട്ടികളുടെ കലാവാസനകൾക്ക് പുറമെ ശാസ്ത്രപരമായിട്ടുള്ള കഴിവുകളും മറ്റും പരിപോഷിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു ശാസ്ത്ര പരീക്ഷണം നടത്തിയ നമ്മുടെ ക്യാമ്പസിലെ അധ്യാപകരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. നമ്മുടെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. കാരണം കുട്ടികളുടെ പ്രകടനങ്ങൾ അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, സയൻസ് എക്സിബിഷൻ പ്രോജക്റ്റുകൾ, പിന്നെ അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ, ഇതൊക്കെ വളരെ വളരെ വമ്പിച്ച നിലവാരം പൊട്ടുന്ന ഒരു തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ അനാട്ടമി സെക്ഷനിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ഹ്യൂമൻ ഓർഗൻസ്, അതിന്റെ സ്പെസിമെൻസിന്റെ പ്രദർശനം ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെയധികം അത്ഭുതം നിറയ്ക്കുന്ന ഒന്നായിരുന്നു. കാരണം ആരും തന്നെ ഇത് നേരിട്ടിട്ട് കണ്ടിട്ടുള്ളതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയുടെയൊക്കെ പ്രദർശനം കുട്ടികൾക്ക് തന്നെ വളരെ വളരെ സന്തോഷവും അതുപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയായിരുന്നു നമ്മുടെ ഈ സയൻസ് എക്സിബിഷൻ. നമ്മൾ ജഡ്ജ്മെന്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഓരോ എക്സിബിഷനിലെ നമ്മുടെ ഓരോ വർക്കിംഗ് മോഡൽ ആയിക്കോട്ടെ, സ്റ്റിൽ മോഡൽ ആയിക്കോട്ടെ, ഇവയൊക്കെ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഹൈസ്കൂളും UPS തലങ്ങളിലെ കുട്ടികളെ വെച്ച് നമുക്ക് ഒരിക്കലും വേർതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. UP വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള എക്സിബിഷൻ പ്രോജക്റ്റുകൾ ആയിക്കോട്ടെ, അവരുടെ വർക്കിംഗ് മോഡല്, അവരതുപോലെ കൊണ്ടുവന്നിട്ടുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ, ഇതൊക്കെ വളരെ വളരെ വൻപിച്ച നിലവാരം പൊട്ടുന്ന ഒന്നായിരുന്നു. നമ്മൾ കുട്ടികളെ അവരുടെ UP ഹൈസ്കൂൾ എന്ന വിഭാഗത്തിൽ നമുക്ക് വേർതിരിക്കാൻ ഒന്നും പറ്റാതെ വളരെ
നിലവാരമുള്ള ഒരു സയൻസ് എക്സിബിഷൻ ആണ് നമ്മുടെ ആൽഫ കോളേജ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ എല്ലാ ആൽഫ കോളേജിലെ അധ്യാപകർക്കും മറ്റ് സഹകരിച്ചിട്ടുള്ള നമ്മളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും എല്ലാവർക്കും നമുക്ക് ഇതിന്റെ പേരിലുള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ്. അതുപോലെ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ജഡ്ജ്മെന്റ് നടത്തി വന്ന് നമ്മൾ നോക്കിയപ്പോ എല്ലാ കുട്ടികളും വളരെ നിലവാരം കൂടിയ രീതിയിലുള്ള പ്രദർശനങ്ങളാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ മാർക്ക് ഇട്ട് ഒരു കുട്ടിയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നുള്ള വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും വിജയികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സയൻസ് എക്സിബിഷനിൽ പങ്കെടുത്തിട്ട എല്ലാ കുട്ടികളും വിജയികളാണ്. എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം എല്ലാവരും അവരുടെ മാക്സിമം എഫർട്ട് എടുത്തിട്ടാണ് അവർ ഈ സയൻസ് എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുള്ളത്. അവരുടെ കോയിൻ കളക്ഷൻ ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റാമ്പ് കളക്ഷൻ ആയിട്ടുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഈ എക്സിബിഷന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, അവർ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ട് വർക്കുകൾ, അതുപോലെ നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ, ഇതൊക്കെ ഒരു കുട്ടികൾ വളരെയധികം സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മളിപ്പോ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വരെ നമ്മുടെ കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ച S400 അതിന്റെ മോഡല്, അതിന്റെ വർക്കിംഗ്, ഇതൊക്കെ കുട്ടികൾ വളരെ ഗ്രാഹ്യമായിട്ട് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസെന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ വരെ നമ്മുടെ കുട്ടികൾ അത്രത്തോളം ഉൾക്കൊള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഇതെല്ലാം കുട്ടികൾ വളരെ വ്യക്തമായിട്ടാണ് നമ്മുടെ ഓരോരുത്തർക്കും മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കുട്ടികൾ വളരെ അപ്ഡേറ്റഡ് ആണ്. നല്ലൊരു സയൻസ് എക്സിബിഷൻ ആയിരുന്നു എല്ലാവർക്കും. നമ്മുടെ സയൻസ് എക്സിബിഷൻ കാണാൻ വന്ന പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഇത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന ജഡ്ജ്മെന്റിലേക്കാണ്. എന്തായാലും വളരെ നീതിബോധമായിട്ടൊരു ജഡ്ജ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരിക്കലും ഒരു കുട്ടി നല്ലത് ഒരു കുട്ടി മോശം എന്നുള്ള രീതിയിലല്ല നമ്മൾ ജഡ്ജ്മെന്റ് നടത്തിയിരിക്കുന്നത്. എല്ലാവരും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിജയികളാണ്. എല്ലാവരും നല്ല രീതിയിലുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. പിന്നെ ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് 1-2 പേരെ മാത്രം ഒന്നാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. അല്ലാതെ എല്ലാവരും വളരെ നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും, സഹ അധ്യാപകർക്കും, നാട്ടുകാർക്കും, കുട്ടികളുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.